ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. നമ്മുടെ ജീവിതം വെറും ഉണ്ടും ഉറങ്ങിയും മാത്രമാണ് നാം ചിലവഴിക്കുന്നതെങ്കിൽ നമുക്ക് മാനവജന്മം വ്യർത്ഥവും നിരർത്ഥകവും ആയിത്തീരുന്നതാണ്. അതിനാൽ നാം ഇതിൽ നിന്ന് വന്നു ചേർന്നിരിക്കുന്ന ഈ കെട്ടുപാടുകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഉപകരണം കയ്യിൽ കിട്ടിയപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ സനാതന ധർമ്മം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനാൽ നാം മുക്തി സമ്പാദനത്തിന് യത്നിക്കാത്തൊരു ജീവിതം നിരർത്ഥമാണീയുലകിൽ എത്ര തൻ മാന്യനാകിലും. ഈ ശരീരമാകുന്ന ഉപാധി കിട്ടിയിട്ട് ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം നമ്മൾ ആരായുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ തൻ്റെ യഥാർത്ഥമായ സ്വരൂപത്തെ അറിയാൻ പരിശ്രമിക്കുന്നില്ലെങ്കിൽ, ആ മനുഷ്യൻ എത്ര ഉന്നത നിലയിൽ എത്തിയാലും അയാളുടെ ജീവിതം നിരർത്ഥകമാണ്. ഒരർത്ഥവും അതിന് ഇല്ല. ജീവിതത്തിന് അർത്ഥം നൽകുന്നത് തൻ്റെ ഉദ്ദേശശുദ്ധിയിലാണ്. മനുഷ്യനായി ജനിച്ചാൽ നേടാൻ പറ്റുന്ന ഏക ലക്ഷ്യം ആത്മസാക്ഷാത്കാരമാണ്. മറ്റെല്ലാ ശരീരങ്ങളിൽ കൂടി ബാക്കി എല്ലാ കൃത്യങ്ങളും അനുഭവിച്ച് മടുത്തതിന് ശേഷമാണ് മർത്യദേഹത്തിലെത്തുന്നത്. മനുഷ്യ ശരീരം കിട്ടിയിട്ടും ഇതിൽ അന്തർഗതമായിരിക്കുന്ന ആ പരമചൈതന്യത്തെ അറിയാൻ ശ്രമിക്കുന്നില്ലെങ്കിൽ അവർ മൂഢന്മാരാണ് എന്നാണ് മഹത്തുക്കൾ പറയുന്നത്. അതിനാൽ ഇവയിൽ നിന്നെല്ലാം വിട്ട് ആ പരമാത്മ ചൈതന്യത്തെ അറിയാൻ നാം നിരന്തരം പരിശ്രമിക്കേണ്ടതാണ്. മുക്തി സമ്പാദനത്തിന് യത്നിക്കാത്തൊരു ജീവിതം നിരർത്ഥമാണീയുലകിൽ എത്ര തൻ മാന്യനാകിലും. ഈ ലോകത്തിൽ എത്ര ഉന്നതമായ അവസ്ഥയിലാണ് അയാൾ വർത്തിക്കുന്നതെങ്കിലും അതുകൊണ്ടൊന്നും ഒരു പ്രയോജനവുമില്ല. ഈ തൻ്റെ സ്വരൂപത്തെ തിരിച്ചറിയാൻ താൻ ശ്രമിക്കുന്നില്ലെങ്കിൽ ബാക്കി എന്തിവിടെ നേടിയിട്ടും ഒരു പ്രയോജനവും ഇല്ലാത്തതാണ്. അതിനാൽ ജീവിതം സഫലമാക്കി തീർക്കേണ്ടത് വിവേകിയുടെ കടമയാണ്. നാം ഓരോരുത്തരും അവിവേകികളാകാതെ വിവേകികളായി ആ നിസാരമായ വസ്തുക്കളുടെ പുറകെ പാഞ്ഞ് വിലയേറിയ അമൂല്യമായ ആയുസ്സ് നഷ്ടപ്പെടുത്താതെ അമരത്വത്തെ പ്രാപിക്കാൻ അവിരതം പരിശ്രമിച്ചു കൊണ്ടിരിക്കേണ്ടതാണ്.